നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ ഒരു വിഷയം അത് എത്ര പേര് അനുകൂലിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ അതെന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വേറെ ഒന്നുമല്ല, ഈ ഒരു കോവിഡ് കാലം കഴിഞ്ഞതിൽ പിന്നെ ഈ പറയുന്ന ഓൺലൈൻ ആപ്പുകളുടെ കടന്നുകയറ്റം വളരെ പെട്ടെന്നായിരുന്നു. ഈ പറയുന്നത് പോലെ പലചരക്ക് വേണോ, പച്ചക്കറി വേണോ, ക്ലോത്ത്സ് വേണോ, അതേപോലെ തന്നെ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വിരൽത്തുമ്പിൽ കാര്യം സാധിക്കും. എന്നാൽ ഈ പറയുന്ന ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഓൺലൈൻ ആപ്പുകളെല്ലാം ഈ പറയുന്ന ചെറുകിട കച്ചവടക്കാരുടെ ചോറിൽ മണ്ണ് വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുകിട ബിസിനസ്സുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട കച്ചവടക്കാർ മാത്രം മതി എന്നുള്ള രോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. ഇനിയെങ്കിലും ഇത് തടഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു അഡിക്ഷനിലേക്ക് മാറും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഓൺലൈനിലൂടെ ഇത്തരം ആപ്പുകളിലൂടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രമുഖ വസ്ത്ര വിപണന കേന്ദ്രം അവരുടെ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ക്ലോത്ത് വാങ്ങി എന്ന് കരുതുക. ക്ലോത്ത് വാങ്ങി നമ്മൾ ബില്ലെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് കൂപ്പൺ എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ റിവാർഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കൂപ്പണിൻ്റെ കാര്യം പറയുകയാണ്. ഈ കൂപ്പണിൽ അടുത്ത മാസം ഒരു ഡേറ്റ് ഇട്ടുണ്ടാവും. ഇന്ന ഡേറ്റിനുള്ളിൽ വാങ്ങിച്ചാൽ ആ കൂപ്പണിൽ ഒരു 500 രൂപയോ 1000 രൂപയോ ഓഫ് ലഭിക്കും. അതിനും നിശ്ചിത തുകയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത മാസം ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ചിലപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നൊരു സാധനം വേണ്ടായിരിക്കും. എന്നാലും നമ്മളെക്കൊണ്ട് അത് വാങ്ങിപ്പിക്കും. എന്താണ് ഈ കൂപ്പൺ? 500 രൂപ ഓഫ് ഉണ്ടല്ലോ, അപ്പോൾ 1500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ കൊടുത്താൽ പോരെ എന്നുള്ളൊരു അത്തരം കാര്യങ്ങൾ നമ്മുടെ രക്തത്തിൽ ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയാണ് ഇത്തരം കച്ചവടക്കാർ. അപ്പോൾ ഇത്തരം കച്ചവടക്കാർ മൂലം ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത് നമ്മുടെ ഇൻകത്തിൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതുമൂലം നഷ്ടപ്പെടാം. അതിപ്പോൾ ക്ലോത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഡെലിവറി ആപ്പ്, നമ്മളിപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നൊരു സാധനം ഹോട്ടലിൽ പോയി കഴിച്ചാൽ മെനുവിൽ വേറൊരു റേറ്റ്, ഈ പറയുന്ന ആപ്പുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു റേറ്റ്. അതുകൂടാതെ ഡെലിവറി ചാർജ്, അവരെന്തൊക്കെ ചാർജുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചാർജുകൾ ആഡ് ചെയ്തിട്ടുണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം ആപ്പുകൾ പുറത്തിറക്കുന്നത്. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഫുഡും അതേപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മൊബൈൽ വഴി ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം സോഴ്സും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇന്നത്തുള്ള ജനങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഇത്തരം കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം നമ്മളെ ജനങ്ങളുടെ ഈ പറയുന്ന ഇൻകം മാനേജ്മെൻറ്റിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ശരിയല്ലേ? പണ്ടൊക്കെ മാസത്തിൽ 2-3 പ്രാവശ്യം പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒരു ഫാമിലി ഇന്നിപ്പോൾ മൊബൈൽ എടുക്കുന്നു, ഡെലിവറി ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു. കാരണം ഓഫറുകൾ വാരി വിതറിക്കൊടുക്കുകയാണ് കമ്പനികൾ. പക്ഷേ മെനുവിൽ കാണുന്ന പൈസയേക്കാൾ കൂടുതൽ ക്യാഷ് ഇത്തരം ഡെലിവറി ആപ്പുകളിൽ കൂട്ടിയിട്ടിട്ട് അത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ പേരിൽ കൊടുക്കുകയാണ്. ഞാനും ഓർഡർ ചെയ്യാറുണ്ട്, ഞാനും ഓർഡർ ചെയ്യാറില്ല എന്നല്ല. പക്ഷേ നമ്മൾ ചെറുകിട കച്ചവടക്കാരെ കൂടി ഒന്ന് ആലോചിക്കുക. ദിനം പ്രതി അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ആപ്പുകളുടെ കടന്നുകയറ്റം മൂലം.
പണ്ടൊക്കെ നമ്മുടെ വീടിനകത്തുള്ള കച്ചവടക്കാരും നമ്മൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം റിലേഷനും ബോണ്ടുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. പണ്ടൊക്കെ മാസം തോറും മന്ത്ലി സാലറി കിട്ടുമ്പോൾ ഈ പറയുന്ന പലചരക്കിൻ്റെയും പച്ചക്കറികളുടെയൊക്കെ ക്യാഷ് ക്ലിയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മാസ സാലറി 1-ാം തീയതി സാലറി കിട്ടുന്നു, അല്ലെങ്കിൽ 31-ാം തീയതി സാലറി കിട്ടുന്നു, 1-ാം തീയതി 2-ാം തീയതി ഇവരൊക്കെ ഈ പറയുന്ന പൈസ ഈ പറയുന്ന കച്ചവടക്കാർക്ക് കൊടുത്ത് അവരുടെ ആ മാസത്തെ ചിലവ് അവിടെ ക്ലിയർ ചെയ്യുന്നൊരു പതിവുണ്ട്. ഇന്നിപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞതൊക്കെ നമ്മുടെ ആ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസയുടെ കണക്ക് നമ്മളറിയുന്നില്ല. ഇത്തരം ആപ്പുകൾ വന്നതിലൂടെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസയുടെ അളവ് നമ്മളറിയുന്നില്ല, കണക്ക് നമ്മളറിയുന്നില്ല. ഇതൊക്കെ എന്താ പറയുക, ഇതും ഒരു ലഹരി പോലെയാണ് ആളുകൾക്ക്. ഈ കൂപ്പൺസും റിവാർഡ്സും ഓഫും ഇതെല്ലാം കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ വീണ്ടും 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 പർച്ചേസ് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. ഈ പറയുന്ന ഈ ഓൺലൈൻ ആപ്പുകളുള്ള കമ്പനികൾ എന്തിന് ഇപ്പോൾ ഷോറൂമുകൾ തുറന്നിരിക്കുന്നു. എല്ലാ വൻകിട കോർപ്പറേറ്റ് കമ്പനികളും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്, ഷോറൂംസുകൾ. ഞാൻ കമ്പനികളുടെ പേര് ഞാൻ പറയുന്നില്ല. ടെക്സ്റ്റൈൽസ്, അതേപോലെ തന്നെ ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, എന്തൊക്കെ വേണോ അതിൻ്റെയൊക്കെ ഷോറൂംസുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ കോർപ്പറേറ്റ് കമ്പനികളും അത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇത്തരം കോർപ്പറേറ്റ് കമ്പനികൾ വളർന്നു വരുമ്പോൾ ഇല്ലാതാകുന്നത് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ചെറുകിട കച്ചവടക്കാരാണ്. പണ്ടൊക്കെ നമ്മളൊരു 100 രൂപ ഒരു ചെറുകിട കച്ചവടക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ ആ 100 രൂപ പല കൈകളിലൂടെയും മറിഞ്ഞാണ് ഇത് എത്തേണ്ടടുത്ത് എത്തുക. ഇന്ന് അങ്ങനെയല്ല. നേരിട്ട് നമ്മൾ കോർപ്പറേറ്റുകളായിട്ടാണ് നമ്മുടെ ഡീലുകൾ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. 1-2 കൈമാറ്റം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത്. ജനങ്ങൾ നട്ടം തിരിയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ്. മാർക്കറ്റിൽ പൈസ ഇറങ്ങുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്നും എങ്ങനെ പിഴിഞ്ഞെടുക്കാം എന്നാണ് ഇത്തരം വൻകിട ബിസിനസ്സുകാർ ആലോചിക്കുന്നത്. ഇത് തെറ്റാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് രേഖപ്പെടുത്താം. ചിലപ്പോൾ ചില ആൾക്കാർ പറയും, നാട് ഓടുമ്പോൾ നടുവേ ഓടണ്ടേ, കാലം മാറുന്നതനുസരിച്ച് കോലം മാറണ്ടേ. മാറണ്ട എന്നൊന്നുമല്ല. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് നമ്മൾ വെച്ചേ പറ്റൂ. എന്ത് സാധനം ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം സോഴ്സിനെയും ബാധിക്കും. നമ്മൾ മൂലം ജീവിക്കേണ്ട കുറച്ച് ചെറുകിട കച്ചവടക്കാർ, നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാതെ ആവുമ്പോൾ ഇത്തരം ചെറുകിട കച്ചവടക്കാരൊക്കെ ഇല്ലാതെ ആവും. അപ്പോൾ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ നമ്മളായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരണം. ഇനി അത് എത്രത്തോളം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. കാരണം ഒരു 99.9% ആൾക്കാരും ഇതിന് അഡിക്റ്റാണ്. ഇത്തരം ആപ്പുകളിൽ അഡിക്റ്റാണ്. അത് ഇന്ന ആപ്പൊന്നുമില്ല കേട്ടോ. ചിലർക്ക് ക്ലോത്ത്സ് ആവാം, ചിലവർക്ക് ഫുഡ് ആപ്പ് ആവാം, ചിലവർക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നു, എന്തൊക്കെയോ സാധനങ്ങൾ എന്തൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ ഓഫറുകൾ കാണുന്നു, പർച്ചേസ് ചെയ്ത് കൂട്ടുന്നു. ലാഭം വേണ്ടെന്നല്ല പറയുന്നത്. നമ്മുടെ കാശ് ഇന്നിപ്പോൾ നേരിട്ട് നമ്മൾ കോർപ്പറേറ്റുകളുടെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ വെച്ചോ, സേഫായിട്ട് വെച്ചോ. മാർക്കറ്റിലേക്ക് പൈസ ഇറങ്ങുന്നുണ്ടോ? ഇല്ല, പൈസ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നട്ടം തിരിയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് അനുകൂലിക്കുന്നവർ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിക്കുന്നവർ പ്രതികൂലിച്ചുകൊണ്ടും കമൻ്റ് ഇടുക. ഓക്കെ, ബൈ.